പ്രചരണം ആരംഭിക്കുകയാണ്. ചിരിക്കുന്ന മുഖത്തോടെ അതാ സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹത്തിന് ഇന്ന് പറയാനേറെയുണ്ട്. ദിവസം വി ഡി സതീശന്റെ ദിവസമാണ്. വി ഡി സതീശന് സന്തോഷിക്കാം, ചിരിക്കാം, ആഹ്ലാദിക്കാം. വി ഡി സതീശന് അതിനെല്ലാം അവകാശം നൽകുന്ന ദിവസമാണ്. ചിട്ടയായ പ്രവർത്തനം, സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ കാട്ടിയ ജാഗ്രത, നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാൻ കഴിഞ്ഞത്, ഇതൊക്കെ ഈ വിജയത്തിന്റെ ഗതി, ഈ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അവിടെ അതിന് മുന്നിൽ നിന്ന് നയിച്ച കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത വി ഡി സതീശനെ സംബന്ധിച്ച് അത് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളുടെ നിലപാടുകളുടെ കൂടി വിജയമാണ്. വി ഡി സതീശന്റെ വാക്കുകളിലേക്ക്. നമ്മുടെ സംസ്ഥാനത്ത് പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനം നിലവിൽ വന്ന 1995 മുതൽ 2025 വരെ നടന്ന 7 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഏറ്റവും ഉജ്ജ്വലമായ വിജയം നേടി UDF കുതിക്കുകയാണ്. ഈ 7 തെരഞ്ഞെടുപ്പിലെയും ഏറ്റവും വലിയ വിജയമാണ് 2025 പ്രാദേശിക സർക്കാരുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF നേടിയിരിക്കുന്നത്. ഈ വലിയ വിജയം UDFന് സമ്മാനിച്ച കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും ഞങ്ങൾക്ക് വലിയ കടപ്പാടുണ്ട്. ഞാൻ അവരോട് ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട ഉണ്ടാക്കിയത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷം മുന്നോട്ട് വെച്ച അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടത്. ഞങ്ങൾ ഗവൺമെന്റിനെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കുകയും അതേ അവസരത്തിൽ ഞങ്ങൾക്ക് അധികാരം തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ കുറ്റപത്രവും ഞങ്ങൾ സമർപ്പിച്ച മാനിഫെസ്റ്റോയും ഗൗരവത്തോടുകൂടി കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യവും കൃത്യമായ ഫീഡ്ബാക്കും ഞങ്ങൾക്കുണ്ടായിരുന്നു. LDFന് കനത്ത പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. നിങ്ങൾക്കറിയാം, 2020 തെരഞ്ഞെടുപ്പിൽ 580 ഗ്രാമപഞ്ചായത്തുകൾ LDFനുണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം 345 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് താഴ്ത്തിരിക്കുക. UDF അത് 340 നിന്ന് 500 ഉയർത്തി. ബ്ലോക്ക് പഞ്ചായത്തുകൾ LDFന് 111 നിന്ന് LDF 68 കൂപ്പുകുത്തിയപ്പോൾ ഞങ്ങൾ 40 നിന്ന് ഞങ്ങൾ 77 കുതിച്ചു. ജില്ലാ പഞ്ചായത്ത് 11 ജില്ലാ പഞ്ചായത്തുകളിൽ നിന്ന് LDF 7 പോയപ്പോൾ ഞങ്ങൾ 3 നിന്ന് 7 8 എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ 7 അല്ലെങ്കിൽ 8 ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ടാവും. നഗരസഭകൾ LDF 42 നിന്നും 28 താഴേക്ക് പോയപ്പോൾ UDF 42 നിന്നും 54 കുതിച്ചു. കോർപ്പറേഷൻ നിങ്ങൾക്കറിയാം, 5 കോർപ്പറേഷനുകൾ കേരളത്തിൽ LDFനുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കോർപ്പറേഷനിലേക്ക് മാത്രമായി ചുരുങ്ങിയപ്പോൾ ഞങ്ങൾ 1 നിന്ന് 4 ഉജ്ജ്വലമായ വിജയം നേടുകയും മറ്റ് 2 കോർപ്പറേഷനുകളിലും നല്ല നിർണായകമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമായി ഞങ്ങൾ കാണുന്നു. ഈ വിജയത്തിന് കാരണം ടീം UDF ആണ്. ഞാൻ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ്, ഒരുമിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. ടീം UDF, അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി, KPCC, അവര് എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. കൃത്യമായ പാർട്ടി സംഘാടനം ചെയ്തു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഒരുപാട് സഹായങ്ങൾ, ഞങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ, എല്ലാ സഹായങ്ങളും ചെയ്തു. AICCയുടെയും KPCCയുടെയും ഭാഗത്തുനിന്നുണ്ടായ നേതൃപരമായ സംഭാവനകളെ ഞാൻ വളരെയധികം നന്ദിയോടുകൂടി പറയുന്നു. UDFലെ എല്ലാ ഘടകകക്ഷികളും ചേർന്ന് ഒറ്റ പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ എല്ലാവരും നിന്നത്. ഞാനൊരു അവകാശവാദം കൂടി തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നു, അതിപ്പോൾ ശരിവെക്കുന്നു. UDF എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നത് പോലെ എല്ലാവരും അല്ല, കുറെ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല. എന്തുകൊണ്ടാണ് വിജയിക്കുമെന്ന് നിങ്ങൾ ഉറപ്പു പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി, ഇന്നത്തെ UDF കുറെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല, അത് ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഇതായിരുന്നു ഞങ്ങളുടെ വിജയിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ അവകാശമാണ്. ഇത് ഇന്നൊരു വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ടീം UDF എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ
ജനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അതാണ് ഇനി വരാനിരിക്കുന്ന കാലത്തിന്റെ മാറ്റം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന്റെ തുടർച്ചയാണ്. ആ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയവും ഈ ലോക്കൽ ബോഡിയിലേക്ക് നടന്ന വിജയത്തിന്റെയും പ്രധാന കാരണം ടീം യു ഡി എഫ് എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എൽ ഡി എഫിന്റെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സർക്കാരിനെ ജനങ്ങൾ വെറുക്കുന്നു എന്നാണ്. ഒന്നാമത്തെ കാര്യം, വെറുക്കുന്നു. എല്ലാ സർക്കാരുകളോടും കേരളത്തിലെ ജനങ്ങൾക്ക് എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷെ ജനം വെറുക്കുന്ന ഒരു ഗവൺമെന്റായി പിണറായി സർക്കാർ മാറി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ കാണിച്ച വർഗീയതയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയത, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ വർഗീയത. ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി, കൊണ്ടു നടന്ന പല ആളുകളും ഈ വർഗീയത ആളിക്കെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. വർഗീയത BJPയുടെ അതേ അജണ്ടയാണ് CPM ഉണ്ടാക്കിയത്. BJP ഒരു വർഗീയ ഫാസിസ്റ്റ് കക്ഷിയാണ്. അവർ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കിക്കാൻ ശ്രമിച്ചപ്പോൾ CPM അതേ പാതയിലൂടെ സഞ്ചരിച്ചു. ഇന്ന് BJPക്ക് ഏതെങ്കിലും സ്ഥലങ്ങളിൽ തിരുവനന്തപുരം ഉൾപ്പെടെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം CPM കളിച്ച ഈ ഭൂരിപക്ഷ വർഗീയ പ്രീണനമാണ്. അതിന്റെ ഗുണഭോക്താവ് CPM ആയിരുന്നില്ല, BJP ആയിരുന്നു. ഞങ്ങൾ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയതാണ്. 1987 EMS നമ്പൂതിരിപ്പാട് എടുത്ത തന്ത്രം 2025-ലും 26-ലും വില പോയില്ല. അദ്ദേഹത്തിന്റെ 87-ലെ തന്ത്രത്തിനന്ന് ഗുണമുണ്ടായി. ഇന്ന് അതല്ല. ഇന്ന് അതിന്റെ ഗുണഭോക്തായി മാറുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളായിരിക്കും എന്ന UDFന്റെ മുന്നറിയിപ്പിന് അടിവരയിടുന്ന സംഭവം കൂടിയാണ് ഉണ്ടായത്. മാത്രമല്ല, എത്ര നിസ്സാരമായിട്ടാണ്, എത്ര മോശമായിട്ടാണ് ജനവിധിയെ CPM വിലയിരുത്തുന്നത്. CPMന്റെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത്, MM മണി ജനങ്ങളെ ആക്ഷേപിക്കുകയാണ്. ക്ഷേമ പെൻഷനൊക്കെ വാങ്ങി നന്നായി ശാപ്പാട് കഴിച്ച് നൈമിഷികമായ വികാരത്തിൽ വോട്ട് ചെയ്തു. ഇതെല്ലാം വാങ്ങി ഭംഗിയായി ശാപ്പാട് കഴിച്ചവർ ഞങ്ങൾക്കിട്ട് വെച്ചു. ആരെങ്കിലും ചായ വാങ്ങിത്തന്നാൽ മര്യാദ കാണിക്കണം. ഇതാണ് മുതിർന്ന CPM നേതാക്കൾ. CPM നേതാവ് കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചു. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കളുടെ മനസ്സിലിരിപ്പാണ്. അവരുടെ വീട്ടിൽ നിന്നല്ല ആർക്കും ഔദാര്യം കൊടുക്കുന്നത്, സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്നാണ്. സംസ്ഥാനത്തെ എല്ലാ വിഭാഗങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് അവരെന്തെങ്കിലും ക്ഷേമ പരിപാടികൾ നടത്തുന്നത്. ക്ഷേമ പരിപാടികൾ നടത്തിയ ആദ്യത്തെ ഗവൺമെന്റ് അല്ല ഇത്. ക്ഷേമ പരിപാടികളെ അട്ടിമറിച്ച ഗവൺമെന്റാണ്. ഇവര് കേരളത്തിലെ സാമ്പത്തികമായി കേരളത്തിന്റെ ഖജനാവിനെ തകർത്ത് തരിപ്പണമാക്കിയ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിച്ച ഗവൺമെന്റാണ്. എന്നിട്ട് അവര് പറയാണ് അവരുടെ ഔദാര്യം കൈപ്പറ്റി ശാപ്പാട് കഴിച്ചിട്ട് ഇവരുടെ വീട്ടിൽ നിന്നിട്ട് കൊടുത്താണ് ഇതെല്ലാം. എന്നിട്ട് അവർക്കിട്ട് തിരിച്ചിട്ട് പണി കൊടുത്തു എന്ന് പറയുന്നത് CPM നേതാക്കന്മാരുടെ മനസ്സിലിരിപ്പാണ്. തോറ്റിട്ടും തോൽപ്പിച്ച ജനങ്ങളോട് എത്ര മോശമായിട്ടാണ്, എത്ര അപമര്യാദയായിട്ടാണ് CPM പെരുമാറുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഞാനിതിനെ കാണുകയാണ്. തീർച്ചയായും കൂടുതൽ ജനങ്ങൾ വലിയ വിജയം നൽകുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ കൂടുതൽ വിനയാന്വിതരായി അവരുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതാണ് വിജയിക്കുന്നവരുടെ ഉത്തരവാദിത്വം. തീർച്ചയായും ജനങ്ങൾ ഏൽപ്പിച്ച ഈ വിശ്വാസവും ഉത്തരവാദിത്വവും കൂടുതൽ ഭംഗിയായി, കൂടുതൽ അവരുടെ പ്രതീക്ഷകളും വർദ്ധിച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് കേരളത്തെ വളർത്തിയെടുക്കാൻ, ആ കേരളത്തെ സൃഷ്ടിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും UDF മുൻപന്തിയിലുണ്ടാവും. കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായിരിക്കും ടീം UDF. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ജനങ്ങൾ, ആ മഹായുദ്ധത്തിന് ഞങ്ങൾ പുറപ്പെടുമ്പോൾ ജനങ്ങൾ നൽകിയ ഇന്ധനമായി, ജനങ്ങൾ നൽകിയ ഊർജമായി വിനയത്തോടെ ഞങ്ങൾ ഇതിനെ കാണുന്നു. അടുത്ത മഹായുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയാണ് ഞങ്ങൾക്ക് തന്നത്. അതിന് ഞാൻ ഒരിക്കൽ കൂടി കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത കടപ്പാടോടുകൂടിയ നന്ദി ഞാൻ ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുന്നു.